ഇന്നെന്തായാലും നിർത്തി വെച്ച പണി തുടങ്ങാന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ഇന്നലെ സൈഡിലെ പുല്ല് മാത്രമല്ലേ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലെ പുല്ലും കൂടെ അങ്ങോട്ട് വെട്ടി വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വണ്ടി ഒന്ന് നീക്കി വെക്കുന്നുണ്ട്. വണ്ടി രാവിലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്. അതൊക്കെ അവിടെ നീക്കി വെച്ചിട്ട് ഞാനിതാ ഫ്രണ്ടിൽ നിന്ന് പുല്ല് വെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് വെട്ടിയപ്പോഴത്തേക്കും ഞാൻ തളർന്നു പോയിട്ടോ. നല്ല നടുവേദന ഉണ്ട്. അപ്പോൾ കുറേച്ചായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഒരു സൈഡ് മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ടാട്ടോ വന്നത്. അടുക്കളയിലാണെങ്കിൽ എനിക്ക് എട്ടിൻ്റെ പണി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ഇന്ന് വാപ്പ എനിക്ക് രാവിലെ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കൂന്തൽ വൃത്തിയാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എട്ടിൻ്റെ പണിയെന്ന്. അപ്പം എന്തായാലും ഞാനിത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനും വലിയ പണി കിട്ടിയിട്ടുണ്ട്. ആ പാത്രങ്ങളൊക്കെ വീണു കേട്ടോ. കഴുകി വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ എടുത്തു വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം അതെല്ലാം എടുത്ത് കയറ്റി വെച്ചിട്ട് ആ കൂന്തൽ വൃത്തിയാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടേ. ഈ കൂന്തൽ വൃത്തിയാക്കാൻ മടി വേറൊന്നുമല്ല, തല വേറെ വാക്കണം, തൊലി ഒലിക്കണം, ഒക്കെ കൂടി ആകുമ്പോൾ ഭ്രാന്ത് പിടിക്കുവേ. അങ്ങനെ എല്ലാം കൂടി നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം കുനുകുനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും റിംഗ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. വലിയ കൂന്തലാട്ടോ അത്യാവശ്യം. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ ഒരു മിസിലിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞാൻ കൂന്തൽ പൊരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂന്തലിങ്ങനെ വേവിക്കാണ്ട് പൊരിച്ച് അതിനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഉപ്പും ഗരം മസാല പൊടിയിട്ടിട്ട് അതൊന്ന് വേവിക്കാണ്ട് വെച്ചിട്ട് ഞാനിതാ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. കൂന്തൽ ഗ്യാസിന് ഭയങ്കര പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി എടുക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ സാമ്പാറാണ്. അപ്പോൾ അതിലും പരിപ്പുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ചേർന്ന് പോകില്ല. രാത്രി ഉച്ചക്കൊക്കെ കഴിക്കേണ്ടല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് നല്ലോണം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഞാനിതാ കുറച്ച് തുണികളും കൂടെ തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തിരുമ്പി ഞാൻ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആ മസാലയോട്ട് ഞാനിതാ കൂന്തലൊക്കെ നല്ലോണം തിരുമ്പി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വെളിച്ചെണ്ണ കഴിഞ്ഞ കാര്യം മനസ്സിലായത്. അങ്ങനെ വേഗം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആ കൂന്തലൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഐനൂസിന് ഊനാല വാങ്ങിച്ചിട്ട് കുറച്ചധികം ദിവസമായിട്ടോ. പക്ഷെ അവൾ ഇതുവരെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും അവളെ ഇരുത്തി കുറച്ച് ആട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ കൂന്തൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. പിന്നെ ഈ കൂന്തൽ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാനിത് ആ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂന്തലും അതുപോലെ തന്നെ പപ്പടവും സാമ്പാറൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. കൂന്തൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അതിന് ദിവസം നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബൈ, സീ യു.